BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ BDF ആസ്ഥാനം സന്ദർശിച്ചു. BDF കമാൻഡർ ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫ, പ്രതിരോധകാര്യമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ബിൻ ഹസൻ അനു ഐമി, ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ദിയാബ് ബിൻ സഖർ അനു ഐമി എന്നിവരുടെ നേതൃത്വത്തിൽ കിരീടാവകാശിയെ സ്വീകരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും BDF രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തു. ബഹ്റൈനും ചൈനയും തമ്മിലുള്ള സമഗ്രവും നയതന്ത്രപരവുമായ പങ്കാളിത്തം സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഔദ്യോഗിക സംസ്ഥാന വേളയിലാണ് പ്രഖ്യാപനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഹമദ് രാജാവും കൂടിക്കാഴ്ച നടത്തി. ചൈന GCC ഉച്ചകോടിയുടെ ഫലങ്ങൾ നടപ്പാക്കുക, തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുക, ചൈന GCC സ്വതന്ത്ര വ്യാപാര കരാറിനായി പ്രവർത്തിക്കുക എന്നിവ സംബന്ധിച്ച ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഹമദ് രാജാവ് ചൈനയിലെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സന്ദർശിച്ചു. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സ്പീക്കർ ലെജി ഷാവോയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ചൈന സ്റ്റേറ്റ് കൗൺസിൽ പ്രീമിയർ ലീ ക്യുവാങ്ങുമായും കൂടിക്കാഴ്ച നടന്നു. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സ്പീക്കറുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ബഹ്റൈനും ചൈനയുമായുള്ള ബന്ധം ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേക പ്രാധാന്യം നൽകുന്നുവെന്നും വിവിധ മേഖലകളിൽ ചൈനയുമായി സഹകരണം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഹമദ് രാജാവ് പറഞ്ഞു. വ്യാപാരം, ഉൽപാദനം, നിക്ഷേപം, വികസനം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുതാൽപര്യമുള്ള വിഷയങ്ങളും പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢവും തന്ത്രപരവുമായ ബന്ധത്തിൽ പുതിയ മാനങ്ങൾ നൽകുന്ന ഹമദ് രാജാവിന്റെ ചൈന സന്ദർശനത്തെ സ്പീക്കർ ഷാവോ സ്വാഗതം ചെയ്തു. അറബ് സ്റ്റേറ്റ് കോർപ്പറേഷൻ ഫോറത്തിന്റെ 10ാം മന്ത്രിതല യോഗത്തോടനുബന്ധിച്ചാണ് ഹമദ് രാജാവിന്റെ ചൈന സന്ദർശനം. ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന ഇന്റർനാഷണൽ ടൂറിസം മേളയിൽ തിളങ്ങി ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി. ലോകമെമ്പാടുമുള്ള 80 രാജ്യങ്ങളിൽ നിന്നുള്ള 600-ലധികം എക്സിബിറ്റേഴ്സാണ് പങ്കെടുക്കുന്നത്. ഗൾഫ് എയർ, ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനികൾ എന്നിവയുടെ സ്റ്റാളുകൾ അടങ്ങുന്നതാണ് ബഹ്റൈൻ പവലിയൻ. ബഹ്റൈനിലെ ടൂറിസം മേഖലയുടെ പ്രധാന ആകർഷണങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ പവലിയനിൽ പ്രദർശിപ്പിച്ചു. ബഹ്റൈൻ ഫുഡ് ഫെസ്റ്റിവൽ, ബഹ്റൈൻ ഹോളിഡേ സീസൺ, സ്പ്രിംഗ് ഓഫ് കൾച്ചറൽ തുടങ്ങിയ സാംസ്കാരികോത്സവങ്ങൾ, ഫോർമുല 1 അടക്കമുള്ള അന്താരാഷ്ട്ര ഇവന്റുകൾ എന്നിവയും അവതരിപ്പിക്കുന്നു. ബഹ്റൈനും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ടൂറിസം മേഖലയുടെ പങ്ക് നിർണായകമാണെന്ന് BTA CEO സാറ അഹമ്മദ് ബൂജി ചൂണ്ടിക്കാട്ടി. ചൈനീസ് വിനോദസഞ്ചാര വിപണിയെ ആകർഷിക്കാനും ഇത് സാധിച്ചു. ചൈനീസ് വിപണികളെ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ചൈന റെഡി പ്രോഗ്രാം തയ്യാറാണ്. ചൈനീസ് വിനോദസഞ്ചാരികളുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാനും അവരുടെ യാത്രാനുഭവങ്ങൾ സുഗമമാക്കാനുമായാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചൈനീസ് വിനോദസഞ്ചാരികൾക്ക് ആകർഷകമായ ടൂറിസം അനുഭവം ഒരുക്കുകയാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി ഗൾഫ് എയർ ബഹ്റൈനിൽ നിന്ന് ഷാങ്ഹായിലേക്കും ഗാങ്ചോയിലേക്കും ഡയറക്ടർ ഫ്ലൈറ്റുകൾ പ്രഖ്യാപിച്ചിരുന്നു. പ്രമേഹബാധിതരായ കുട്ടികൾക്കായി ബഹ്റൈൻ ഡയബറ്റിക് സൊസൈറ്റി സംഘടിപ്പിച്ച വാർഷിക ക്യാമ്പ് സമാപിച്ചു. ആരോഗ്യകാര്യ സുപ്രീം കൗൺസിൽ ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിൽ സംഘടിപ്പിച്ച 22ാമത് ക്യാമ്പിൽ പ്രമേഹബാധിതരായ കുട്ടികളാണ് പങ്കെടുത്തത്. ക്യാമ്പിൽ പങ്കാളികളായ മുഴുവൻ കുട്ടികൾക്കും ബഹ്റൈൻ ഡയബറ്റിക് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ മറിയം അൽ ഹാജിരി പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചു. പരിപാടിയുടെ രക്ഷാധികാരം ഏറ്റെടുത്ത ആരോഗ്യകാര്യ സുപ്രീം കൗൺസിൽ ചെയർമാനും അവർക്ക് നന്ദി അറിയിച്ചു. കഴിഞ്ഞ 22 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പ് പ്രമേഹബാധിതരായ കുട്ടികൾക്കും അവരുടെ വീട്ടുകാർക്കും ഏറെ ഗുണകരമാണ്. വിവിധ സർക്കാർ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ ആരോഗ്യ ബോധവൽക്കരണം, കുട്ടികളിലെ പ്രമേഹം കൈകാര്യം ചെയ്യേണ്ട രീതി എന്നിവ വിശദീകരിക്കുന്നതായിരുന്നു. പുതുതായി പ്രമേഹബാധിതരായ 50 കുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. സാമൂഹിക ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കുട്ടികളിലെ പ്രമേഹമെന്ന ഡോക്ടർ മറിയം അൽ ഹാജിരി ചൂണ്ടിക്കാട്ടി. എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ സാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു.
യാത്രക്കാരന്റെ മോശം പെരുമാറ്റത്തെ തുടർന്ന് കോഴിക്കോട് നിന്നും ബഹ്റൈനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുംബൈയിലിറക്കി. പറന്നുയർന്ന 1 മണിക്കൂറിന് ശേഷമാണ് യാത്രക്കാരൻ വിമാനത്തിനകത്ത് ബഹളം വയ്ക്കുകയും തുടർന്ന് ഫ്ലൈറ്റിന്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുകയും ചെയ്ത്. തുടർന്ന് അടിയന്തരമായ വിമാനം മുംബൈയിൽ ഇറക്കുകയായിരുന്നു. യാത്രക്കാരനെയും ലഗേജും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അതിനുശേഷമാണ് വിമാനം പുറപ്പെട്ടത്. ഇതേ തുടർന്ന് വിമാനം 3 മണിക്കൂർ വൈകി. 3:15 മാത്രമേ വിമാനം എത്തൂ എന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചു. ഉച്ചയ്ക്ക് 1:20 പോകേണ്ട ബഹ്റൈൻ കോഴിക്കോട് സർവീസും ഇതേ തുടർന്ന് വൈകുന്നേരം 4:15 മാത്രമേ വിമാനം പുറപ്പെട്ടുള്ളൂ. ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്ന അരുണാചൽ പ്രദേശിലെയും സിക്കിമിലെയും ഫലം ഇന്നറിയാം. അരുണാചലിൽ 60ഉം സിക്കിമിൽ 32 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ് നടന്നത്. നിയമസഭാ ഫലം 2 സംസ്ഥാനങ്ങളിലെയും ലോക്സഭയിലേക്കുള്ള സൂചനയാകും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ ഫലം ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. പ്രചാരണത്തിൽ ബിജെപിക്കൊപ്പം പിടിച്ചുനിന്ന ഇന്ത്യ സഖ്യത്തിന് എക്സിറ്റ് പോൾ സർവേകൾ നൽകുന്നത് കുറഞ്ഞ സീറ്റുകൾ. കർണാടകയിൽ 2009 മുതലുള്ള ആധിപത്യം തുടരുന്ന ബിജെപി തമിഴ്നാട്ടിലും കേരളത്തിലും സീറ്റ് നേടുമെന്ന വിവരവും വിവിധ സർവേകൾ പുറത്തുവിട്ടു. തമിഴ്നാട്ടിൽ 1 മുതൽ 3 വരെ സീറ്റാണ് ബിജെപിക്ക് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ നൽകുന്നത്. DMK 20-22, കോൺഗ്രസ് 6-8 എന്നിങ്ങനെയും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിൽ 25 സീറ്റുകൾ വരെ ബിജെപി നേടുമെന്ന് വിവിധ സർവേകളിൽ പറയുന്നു. JDSന് 3 വരെയും കോൺഗ്രസിന് 3 മുതൽ 5 വരെയും സീറ്റുകളാണ് പുറത്തുവിട്ടത്. ആന്ധ്രാപ്രദേശിൽ DTPക്കും ജനസേനയ്ക്കും ഒപ്പമുള്ള ബിജെപി സഖ്യം ക്ലിക്കാകുമെന്നാണ് സൂചന. ആകെയുള്ള 25-ൽ 19-22 സീറ്റുകൾ NDAക്ക് ഇവിടെ പ്രവചിക്കുന്നു. ഭരണകക്ഷിയായ YSR പാർട്ടിക്ക് 5 സീറ്റും ലഭിക്കുമെന്നും സൂചനയുണ്ട്. മകന് ഭക്ഷ്യവിഷബാധ ആരോപിച്ച് മദ്യലഹരിയിൽ കുഴിമന്തിക്കട അടിച്ചു തകർത്ത കേസിൽ പോലീസുകാരൻ റിമാൻഡിൽ. ചങ്ങനാശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ, ആലപ്പുഴ വാടകയ്ക്കൽ സ്വദേശി KG ജോസഫിനെ ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ജില്ലാ പോലീസ് മേധാവി ഇയാൾക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് കോട്ടയത്ത് സമർപ്പിക്കും. തുടർന്ന് വകുപ്പ് തല നടപടി ഉണ്ടാകും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. മദ്യലഹരിയിലെത്തി ആലപ്പുഴ വലിയ ചൂടുകാടിന് സമീപത്തെ അഹ്ലൻ കുഴിമന്തിക്കട അടിച്ച് തകർക്കുകയായിരുന്നു. മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP റസ്റ്റത്തിനെതിരെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തന്റെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് ആരോപിച്ച് പരാതിക്കാരനായ യാക്കൂബ് പുരയിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് K. ബാബുവിന്റെ ഉത്തരവ്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ തന്നെ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. ഉദ്യോഗസ്ഥർ അധികാര ദുർവിനിയോഗവും ചുമതലയിൽ വീഴ്ചയും നടത്തിയെന്നാരോപിച്ച് വിജിലൻസ് ഡയറക്ടറും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാരോപിച്ചാണ് ഹർജി. അടുക്കള ജോലികൾ അച്ഛനും അമ്മയും മക്കളും പങ്കിടുന്ന ചിത്രീകരണമടങ്ങിയ സ്കൂൾ പാഠഭാഗം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 3ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച മലയാളം പാഠപുസ്തകത്തിലാണ് അമ്മയ്ക്കൊപ്പം അച്ഛനും മക്കളും അടുക്കള ജോലിയിൽ വ്യാപൃതരായ ചിത്രീകരണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കളയെന്നും ചിത്രം നോക്കി എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നതെന്നും ഓർമ്മിച്ചു പറയാൻ കൂടി കുട്ടിക്ക് നിർദ്ദേശം നൽകുന്നതാണ് പാഠപുസ്തകത്തിലെ 59ാം പേജിൽ ഉള്ളടക്കം. ചിത്രത്തിൽ അമ്മ പാചകത്തിൽ വ്യാപൃതയായിരിക്കുമ്പോൾ അച്ഛൻ തേങ്ങ ചിരവുന്നതാണ്. മകൾ മറ്റൊരു ജോലിയിലും വ്യാപൃതയാണ്. തൊഴിലും ഭാഷയും എന്ന പാഠഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ NCERT ഓൺലൈനായി ലഭ്യമാക്കിയത്. ഇതിന് പിന്നാലെയാണ് 3ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക ചർച്ചയ്ക്ക് വഴി തുറക്കുന്നത്. മുമ്പത്തെ പാഠപുസ്തകങ്ങളിൽ പൂമുഖത്തെ ചാരുകസേരയിൽ ഇരിപ്പായിരുന്ന അച്ഛനെ അടുക്കളയിൽ എത്തിച്ചിട്ടുണ്ടെന്നും വളർന്നുവരുന്ന മക്കളൊക്കെ ഇത് കണ്ട് പഠിക്കട്ടെ തുടങ്ങിയ രീതിയിൽ പാഠപുസ്തക പരിഷ്കരണത്തെ പിന്തുണച്ചുള്ള പ്രതികരണങ്ങളാണ് ഏറെയും. പാഠപുസ്തകങ്ങൾ ലിംഗനീതിയിൽ അധിഷ്ഠിതമായിരിക്കുമെന്നും പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് ഒന്നിച്ചുള്ള ഇരിപ്പിടം എന്ന പരാമർശം വിവാദമായതോടെ ചർച്ചാരേഖയിൽ നിന്ന് പിൻവലിച്ചിരുന്നു. 5ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രത്തിലെ പ്രാരംഭ പാഠമായ പീലിയുടെ ഗ്രാമം എന്നത് നേരത്തെ കരിക്കുലം സബ് കമ്മിറ്റിയിൽ ഉൾപ്പെടെ ചർച്ചയായിരുന്നു. കുട്ടികൾ അവധിക്കാലത്ത് സഹപാഠിയായ പീലിയുടെ വീട്ടിലെത്തിയപ്പോൾ അമ്മ വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയതെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. അച്ഛനാണ് കൃഷി ചെയ്യുന്നതും അപ്പോൾ പീലിയുടെ അമ്മയ്ക്ക് എന്താണ് ജോലി എന്നതായിരുന്നു കരിക്കുലം സബ് കമ്മിറ്റിയിൽ ഉയർന്ന ചോദ്യം. പാഠഭാഗത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നെങ്കിലും മാറ്റങ്ങളില്ലാതെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ 1ാം ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഒക്ടോബറിലാണ് 2ാം ഭാഗം പുറത്തു വരിക. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.